السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. അടുത്ത 36-ാമത്തെ കിതാബാണ് ഒഴിവ് കഴിവുകളുടെ പുസ്തകം. അത് കച്ചവടത്തിലെ കാര്യമാണ് പറയുന്നത്. അസ്സലം എന്ന കച്ചവടത്തിൽ അഷുഫാ അഥവാ നേരത്തെ ഒഴിവ് കൊടുക്കുന്നത്. അഷുഫ എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ചെറിയ ഹദീസിൽ വളരെ ചെറുതായിട്ടൊന്ന് കണ്ടിരുന്നു. സമ്പത്ത് അല്ലെങ്കിൽ സ്വത്ത് കൃത്യമായി വീതം വച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ അതിരുകൾ കൃത്യമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ ഈ ഒഴിവ് ബാധകമല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാധകമാണ്. അഷുഫാത്തി ഫീമാലം യുഖ്സം ഫൈദാ വഖഅത്തിൽ ഹുദൂദു ഫലാ ശുഫാത. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉത്തരവ് അല്ലെങ്കിൽ വിധി കൊടുത്തിട്ടുണ്ട്. അഷുഫാ അഥവാ ഒഴിവ്, മുന്നൊഴിവ്, കൃത്യമായി വീതിക്കപ്പെടാത്ത സ്വത്ത് അല്ലെങ്കിൽ പലരും ചേർന്നിട്ടുള്ള കൂട്ടുസ്വത്ത്, പക്ഷെ അതിൻ്റെ അതിരുകൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വഴികളിലൂടെയോ അല്ലെങ്കിൽ തെരുവുകൾ ഒക്കെ കാരണം അതിൻ്റെ അരികിൽ റോഡുണ്ട്, ഇപ്പുറത്ത് റോഡുണ്ട്, അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ മുന്നൊഴിവ് അതിന് ബാധകമല്ല. عن جابر بن عبد الله رضي الله عنهما قال قضى النبي صلى الله عليه وسلم بالشفاعة في كل ما لم يقسم فإذا وقعت الحدود وصرفت الطرق فلا شفاعة. പങ്കുകാരൻ അവൻ്റെ മറ്റു പങ്കുകാരനെ അറിയിക്കണം. അവന് ഈ മുന്നൊഴിവ് അല്ലെങ്കിൽ കച്ചവടത്തിൽ നിന്ന് ഒഴിവാകുന്നത് അല്ലെങ്കിൽ പങ്കൊഴിയുന്നതായിരിക്കണം, അതിൽ അറിയാനുള്ള അധികാരം ഉണ്ട്, അല്ലെങ്കിൽ അവനത് വിൽക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് അറിയണം വിൽക്കുന്നതിന് മുമ്പ്. അപ്പോൾ അത് പലരും ചേർന്നിട്ട് പങ്കായിട്ടുള്ള ഒരു സ്വത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ഒരാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പങ്ക് ഒഴിയുന്നു എങ്കിൽ മറ്റേയാളെ അറിയിച്ചിരിക്കണം. അർദി ശുഫഅത്തിഅല സ്വാഹിബിഹ ഖബ്ലൽ ബൈഅ. അൽ ഹക്കം പറയുന്നു, ഒരു പങ്കുകാരൻ അല്ലെങ്കിൽ ഒഴിയാൻ പോകുന്ന പങ്കുകാരൻ അവൻ്റെ മറ്റേ പങ്കുകാരനെ വിറ്റ് ഒഴിയുന്നതിന് അല്ലെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടി അനുവദിച്ചാൽ അവന് പിന്നെ ഒഴിവ് അല്ലെങ്കിൽ മുന്നൊഴിവ് ബാധകമല്ല. അശ്ശാബി പറയുന്നു, ഈ മുന്നൊഴിവ് കൊടുക്കുന്ന ആൾ സാക്ഷിയായാൽ, അതായത് അവന് വാങ്ങിക്കാൻ അധികാരമുണ്ടെങ്കിൽ, അപ്പോൾ വിൽക്കുമ്പോൾ വാങ്ങിക്കുന്ന കാര്യമാണ്, മുന്നൊഴിവിലൂടെ അല്ലെങ്കിൽ കച്ചവടം ഒഴിയുന്നതിലൂടെ അവൻ ആ കച്ചവടം എതിർക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തടസ്സം പറയുന്നില്ലെങ്കിൽ മുന്നൊഴിവിൽ നിന്ന് അവനും ഒഴിവാകുന്നു. വഖാലൽ ഹക്കമു ഇദാ അദിന ലഹു ഖബ്ലൽ ബൈഇ ഫലാ ശുഫഅത ലഹു വഖാല ശഅബിയ്യു മൻ ബിഅത് ശുഫഅതുഹു വഹുവ ഷാഹിദുൻ ലാ യുഗയ്യിറുഹാ ഫലാ ശുഫഅത ലഹു. അംർ ബിൻ ശരീദ് വിശദീകരിക്കുന്നു, ഞാൻ സഅദ് ബിൻ അബി വഖാസിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അൽ മിസ്വർ ഇബ്നു മഖ്റമ അങ്ങോട്ട് വന്നു. എന്നിട്ട് എൻ്റെ തോളിൽ അവൻ കൈവച്ചു. ആ സമയത്ത് അബൂ റാഫി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയായിരുന്നു. അവിടെ വന്നു. എന്നിട്ട് സഅദിനോട് ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, അവനിൽ നിന്ന് കുറച്ച് സ്ഥലമുണ്ട്, അത് വാങ്ങിക്കണം എന്ന്. 2 സ്ഥലമുണ്ടെന്നാണ് തോന്നുന്നത്. അത് അവൻ്റെ അല്ലെങ്കിൽ 2 സാധനങ്ങളുണ്ട്, അത് അവൻ്റെ വീട്ടിലാണ്. സഅദ് പറഞ്ഞു, അള്ളാഹു ആണേ ഞാനത് വാങ്ങിക്കുകയില്ല. അപ്പോൾ അൽ മിസ്വാർ പറഞ്ഞു, അള്ളാഹു ആണേ നീ അത് വാങ്ങിക്കണം, അല്ലെങ്കിൽ നിനക്കത് വാങ്ങിക്കാം. സഅദ് മറുപടി പറഞ്ഞു, അള്ളാഹു ആണേ ഞാൻ അതിന് 4000 ദിർഹം, അതിൽ കൂടുതൽ തരികയില്ല, അതും തവണകളായിട്ടാണ് തരുള്ളൂ. അബൂ റാഫി പറഞ്ഞു, എനിക്ക് ഒരാൾ വില പറഞ്ഞതാണത്, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ. ഇങ്ങനെയാണ് പറഞ്ഞത്, അയൽവക്കക്കാരന് അടുത്തുള്ള കച്ചവടത്തിൽ അല്ലെങ്കിൽ അടുത്ത് നടക്കുന്ന കച്ചവടങ്ങളിൽ കൂടുതൽ അധികാരം ഉണ്ട്, കാരണം അവൻ്റെ അടുപ്പം കാരണം, അവനാണ് ആ സ്ഥലത്തിനോട് അടുത്ത് കിടക്കുന്ന അയൽവക്കക്കാരനായതുകൊണ്ട്. അല്ലായിരുന്നുവെങ്കിൽ 4000 ദിർഹമിന് നിനക്ക് ഞാൻ തന്നേനെ. ഇപ്പം ഞാനത് 500 ദീനാറിന്, അപ്പോൾ ഒരു ദീനാർ എന്ന് പറഞ്ഞാൽ 10 ദിർഹമാണ്, 500 ദീനാർ അല്ലെങ്കിൽ 5000 ദിർഹമിന് ഒരാൾക്ക് കൊടുത്തു, സഅദിന്. അപ്പോൾ സഅദായിരിക്കും ചിലപ്പോൾ അടുത്തുള്ള ആൾ. അപ്പോൾ അയാൾക്ക്, ഇപ്പോൾ നമ്മളൊരു പറമ്പൊക്കെ കച്ചവടം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അയൽവക്കക്കാരന് അത് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ അയാൾക്കാണ് അത് കൊടുക്കേണ്ടത്, അയാൾക്കാണ് അത് വാങ്ങിക്കാൻ കൂടുതൽ അധികാരമുള്ളത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലാഹു അലം. അൻ അംർ ഇബ്നു ശരീദി ഖാല വഖഫ്തു അലാ സഅദി ഇബ്നു അബി വഖാസിൻ ഫജാഅൽ മിസ്വറു ഇബ്നു മഖ്റമത ഫവദഅ യദഹു അലാ ഇഹ്ദാ മൻകിബയ്യ ഇദാ ജാ
فجاء أبو رافع مولى النبي صلى الله عليه وسلم فقال يا سعد ابتع مني بيتي في دارك فقال سعد والله ما أبتعهما فقال المسور والله لا تبتعنهما فقال سعد والله لا أزيدك على 4,000 منجبة أو مقطعة قال أبو رافع لقد أعطيت بها 500 دينار ولولا أني سمعت رسول الله صلى الله عليه وسلم يقول لجار أحق بسبقه ما أعطيتكها ب4,000 وأنا أعطى بها 500 دينار فأعطاها إياه. ഏറ്റവും അടുത്ത അയൽവക്കക്കാരനായി ആരെയാണ് കണക്കാക്കുന്നത്? അയ്യു ജിവാരി അഖ്റബു. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, ഞാൻ ചോദിച്ചു, അല്ലേ അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് 2 അയൽവക്കക്കാരുണ്ട്, അതിൽ നിന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ആർക്കാണ് ഞാൻ സമ്മാനങ്ങളൊക്കെ കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത അയൽവക്കക്കാരൻ ആരാണെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു, ആരുടെ വാതിലാണോ നിൻ്റെ വാതിലിനോട് അടുത്തിരിക്കുന്നത് അതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സംശയം തോന്നിക്കഴിഞ്ഞാൽ വാതിലിൻ്റെ സ്ഥാനമാണ് നോക്കേണ്ടത്. عن عائشة رضي الله عنها قلت يا رسول الله إن لي جارين فإلى أيهما أهدي قال إلى أقربهما منك بابا. ഇത് വളരെ ചെറിയൊരു കിതാബാണ്, പക്ഷേ തുടർച്ച തന്നെയാണ്. കച്ചവടം, ബൈഅ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടത് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഷുഫ എന്ന് പറയുന്നത് മുന്നൊഴിവാണ്, അതായത് പങ്കുകാർ ഒരാൾ ഒഴിവാവുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. പങ്ക് കച്ചവടത്തിലുള്ള ഒരാൾ മറ്റൊരാൾക്ക് വിൽക്കുകയോ അതല്ലെങ്കിൽ അതിലുള്ള മറ്റു പങ്കുകാരന് പ്രാധാന്യം കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതിർത്തി തിരിക്കാത്ത സ്ഥലമാണെങ്കിൽ ഈ ഒഴിവ് ഇല്ല എന്നും പറയുന്നു. പങ്കുകാരനെ അറിയിച്ചിരിക്കണം, കാരണം അയാൾക്ക് അത് അറിയാനുള്ള അധികാരം ഉണ്ട് മറ്റേയാൾ വിൽക്കാൻ പോകുന്നുണ്ടെങ്കിൽ. അപ്പോൾ വേണമെങ്കിൽ ഇയാൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അയൽവക്കക്കാരെ പറ്റി പറയുന്നു, അയൽവക്കക്കാർക്ക് ഇത് വാങ്ങിക്കാനുള്ള അധികാരം ഉണ്ട്. എന്ത് കച്ചവടം നടക്കുമ്പോഴും അയൽവക്കക്കാരനാണ് കൂടുതൽ അത് വാങ്ങിക്കാനുള്ള അധികാരം. ഇനി അയൽവക്കക്കാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ വാതിലിനോട് ഏറ്റവും അടുത്ത വാതിലുള്ള ആളാണ് നമ്മുടെ അടുത്ത അയൽവക്കക്കാരൻ ഒരാൾ. ഇതിലൂടെ നമ്മൾ പഠിച്ചത് അള്ളാഹു നമ്മൾക്ക് ഉപകാരപ്രദമാക്കി തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.